തവനൂർ മഹാമാഘ മഹോത്സവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. മഹാദേവ ഘട്ടിൽ നടക്കുന്ന മഹാഗണപതി ഹോമത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ ഭക്തജന തിരക്ക് അവിടെയുണ്ട്. മാത്രവുമല്ല, ഇന്നതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പങ്കെടുക്കുകയാണ്. ഇന്നത്തെ പ്രധാന പൂജകളൊക്കെ എന്തൊക്കെയാണ്? ഓം അപ്രതീക്ഷിത സമ്രാത്മദ്വിരൂപോപലബ്ധൈ നമഃ. ഓം പാണി പദ്മസ്വവതീനാം ശോഭനാനാം തിരുനാവായ മഹാമക മഹോത്സവം തുടങ്ങിയ ദിവസങ്ങളായി വലിയ ജനപ്രവാഹമാണ് തിരുനാവായിലേക്കും ഒപ്പം തന്നെ തവനൂരിലേക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തവനൂരിലെ മഹാദേവ ഘട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നു. അദ്ദേഹം 6 മണിക്കാണ് പങ്കെടുക്കുന്നത്. തികച്ചും വ്യക്തിപരമായൊരു സന്ദർശനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം മഹാഗണപതി ഹോമത്തിൽ നടക്കുന്ന മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തിരക്കാണ് തിരുനാവായിലും അതുപോലെ തന്നെ തവനൂരിലും ഉണ്ടാകുന്നത്. കുംഭമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിള ആരതിയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ കാലയളവിൽ നിളയിൽ കുളിക്കുക എന്നുള്ളതെല്ലാം പവിത്രമായ കാര്യമാണ്. മഹാമകം നടക്കുന്ന അവസരത്തിൽ നിളയിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ സമയത്ത് നിളയിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ വിശ്വാസികൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം, ഉച്ചയോടുകൂടി ഇവിടെ നിളാതീരം ജനനിബിഡമാകും. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾ, വിദേശത്തു നിന്ന് പോലുമുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഈ നിളാപൂജയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും കേരളീയ പൗരാണിക സംസ്കാരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ മതവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എല്ലാവരുടെയും സഹകരണം ഇവിടെയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള വിശ്വാസികളുടെ വലിയ പ്രവാഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെയധികം ആവേശത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടെ വിവിധ തരത്തിലുള്ള ഹോമങ്ങൾ നടക്കുന്നുണ്ട്. വൈകുന്നേരം കലാകുമ്പിൽ കലാപരിപാടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ വൈകിട്ട് 2 ഭാഗങ്ങളിലായി നിള ആരതി നടക്കുന്നു. തിരുനാവായ ഭാഗത്ത് നിള ആരതിയുണ്ട്, ഒപ്പം തന്നെ തവനൂർ ഭാഗത്തും നിള ആരതി നടക്കുന്നു. ആദ്യമായി ഇവിടെ 2016 ഇത്തരം ഒരു കുംഭമേളയ്ക്ക് അല്ലെങ്കിൽ മഹാമക ഉത്സവത്തിന് വീണ്ടും തുടക്കം കുറിച്ചത് താനൂർ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിനാൽ തന്നെ അത് 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു കാലയളവിലാണ് ഇപ്പോൾ വലിയ വിപുലമായ ആഘോഷത്തോടു കൂടി നടക്കുന്നത്. 2028 ആകുമ്പോഴേക്കും മഹാകുംഭമേള എന്നുള്ള തരത്തിൽ വലിയ ആവേശത്തോടുകൂടി രാജ്യത്തിൻ്റെ ആകെ ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ എന്തായാലും നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇവിടെ ഉണ്ടാകും. ശരി, എന്തായാലും തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ വലിയ ഭക്തജന തിരക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം അവിടെ ഉണ്ടാകും. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.